ഔസേപ്പച്ചൻ ബി.ജെ.പി. വേദിയിൽ ഫക്രുദ്ദീൻ അലിക്ക് ബി.ജെ.പിയിൽ ചേരാൻ ക്ഷണം. തൃശൂരിന്റെ വികസനം ബി.ജെ.പിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണ വേദിയിലേക്ക് കൂടുതൽ പുതുമുഖങ്ങളെ എത്തിക്കാൻ ബി.ജെ.പി. നിയമസഭയിൽ ചലനമുണ്ടാക്കാൻ ബി.ജെ.പിയുടെ അണിയറ നീക്കങ്ങൾ എതിരാളികളുടെ ചങ്കിടിപ്പേറ്റുന്നു. നേരത്തെ RSS വേദിയിൽ പങ്കെടുത്തതിന്റെ പേരിൽ വിമർശനമേറ്റുവാങ്ങിയ സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ബി.ജെ.പി. വേദിയിലും പ്രത്യക്ഷപ്പെട്ടു. തൃശൂരിൽ ബി.ജെ.പി. വികസന മുന്നേറ്റ ജാഥയിലാണ് ഔസേപ്പച്ചൻ പങ്കെടുത്തത്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണനാണ് ജാഥ നയിക്കുന്നത്. ഔസേപ്പച്ചനൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ഫക്രുദ്ദീൻ അലിയും വേദിയിലെത്തി. ഭാരതം നമ്മുടെ അമ്മയാണെന്നും നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഓരോ ഭാരതീയരും ചെയ്യേണ്ട കടമയെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. ബി. ഗോപാലകൃഷ്ണനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ ചിന്താശക്തിയും ദൃഢനിശ്ചയവും ഉണ്ട്. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആളാണ് ബി. ഗോപാലകൃഷ്ണൻ എന്നും ഔസേപ്പച്ചൻ പ്രശംസിച്ചു. വികസന സന്ദേശയാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും വിജയാശംസകളും നേരുന്നുവെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. നല്ല രാഷ്ട്രീയക്കാരെ തനിക്ക് ഇഷ്ടമാണെന്ന് ബി.ജെ.പി. പരിപാടിയിൽ സംബന്ധിച്ച ഫക്രുദ്ദീൻ അലിയും പറഞ്ഞു. പോസിറ്റീവ് രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്ന ആളാണ് താൻ. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പരിപാടിയുടെ ആശയമാണ് തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത്. ബി. ഗോപാലകൃഷ്ണൻ നല്ല നേതാവാണ്. നേതൃനിരയിലേക്ക് വരാൻ യോഗ്യനാണ്. സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്. ചില സമയത്ത് പ്രതികരണങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്. അത് സുരേഷ് ഗോപി തന്നെ ശരിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഫക്രുദ്ദീൻ അലി പറഞ്ഞു. അതേസമയം ഔസേപ്പച്ചനെയും ഫക്രുദ്ദീൻ അലിയെയും ബി. ഗോപാലകൃഷ്ണൻ ബി.ജെ.പിയിലേക്ക് ക്ഷണിച്ചു. ബി.ജെ.പിയിൽ ചേർന്ന് നിയമസഭയിൽ മത്സരിക്കാനാണ് ക്ഷണം. ബി.ജെ.പിക്കൊപ്പം അണിചേരണമെന്ന് ഔസേപ്പച്ചനോടും ഫക്രുദ്ദീൻ അലിയോടും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾ കളങ്കമില്ലാത്ത ആളുകളാണ്. ജനങ്ങളെ സേവിക്കാൻ പറ്റിയ ആളുകളാണ്. നിയമസഭയിൽ നിങ്ങളെ പോലെയുള്ളവർ മത്സരിക്കണമെന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആഗ്രഹം. ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. നിയമസഭയിൽ മുണ്ടുപൊക്കി കാണിച്ച് അടിയുണ്ടാക്കുന്നയാളുകളല്ല വേണ്ടത്. കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നയാളുകളാണ് വരേണ്ടത്. ഔസേപ്പച്ചനെ പോലെയുള്ളവർ വികസന കാഴ്ചപ്പാടിൽ ബി.ജെ.പിയോടൊപ്പം അണിചേരണമെന്നും ബി. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മുൻ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി. ഗോപാലകൃഷ്ണൻ, തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, ബി.ജെ.പി. മേഖലാ പ്രസിഡന്റ് എ. നാഗേഷ് എന്നിവരാണ് തൃശൂരിന്റെ വികസനം ബി.ജെ.പിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യമുയർത്തി ജാഥകൾ നയിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ബി.ജെ.പിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാം പിണറായി സർക്കാരിനെതിരായ വികാരവും കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരും ബി.ജെ.പിയിലേക്ക് സംസ്ഥാനത്തെ ജനതയെ അടുപ്പിക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് നേതൃത്വം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ സംസ്ഥാനത്തിന് തടസ്സമില്ലാതെ ലഭ്യമാകണമെങ്കിൽ ബി.ജെ.പിക്ക് വളക്കൂറുള്ള മണ്ണാണ് കേരളമെന്ന് ബോധ്യപ്പെടണം. ഈയൊരു ധാരണ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ കൂടിയാണ് ബി.ജെ.പിയുടെ നീക്കം.